കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. സൗജന്യമായിട്ട് ഭഗവത്ഗീത ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. ടെലിഗ്രാം ചാനൽ വഴിയാണ് പഠിപ്പിക്കുന്നത്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് കുറച്ചായിട്ടുള്ളൂ, ഇനിയും കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സും എല്ലാതും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയുടെ മഹാത്മ്യം പറഞ്ഞു അറിയിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാനും മോക്ഷമാർഗത്തിലേക്കുള്ള വഴികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മോക്ഷമാർഗത്തിലേക്കുള്ള വഴികളുടെ അത്രയും നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാനും അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, നമ്മുടെ കർമ്മരംഗത്ത് നമ്മൾ എങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭഗവത്ഗീത ശരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മളിൽ നിറയാണ്. പ്രത്യേകിച്ച് ഭഗവാനെ പറ്റി പറയാനും കേൾക്കാനും ഒരവസരം. ഭഗവാൻ എന്താണ് അർജുനോട് പറഞ്ഞത്, അതിൽ നിന്ന് നമുക്കെന്ത് സ്വായത്തമാക്കാം, നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഈ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്, അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭഗവത്ഗീതയിൽ നമ്മുടെ ക്ലാസ് മുഖേന ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മളതിൻ്റെ അർത്ഥം വായിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു ഇൻസൈറ്റ് എത്തുന്നതാണ്. ഉദാഹരണത്തിന് എന്താണ് ആ വാക്കിൽ ഉദ്ദേശിക്കുന്ന മീനിങ് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സുള്ളവരാണ്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഈ സമയത്തൊക്കെ നമുക്ക് കുറച്ച് സമയം നമ്മളുടെ മനസ്സിനൊന്ന് പോസിറ്റീവാക്കി എടുക്കാൻ എങ്ങനെ ചിലവഴിക്കാം, ഇങ്ങനെയൊക്കെ ഒരു അവസരം തേടി നടക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര നിരാശയിൽ പോകുന്ന പോലെ തോന്നും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് തന്നെ സംവദിക്കാൻ എവിടെയെങ്കിലും, അതായത് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ തോന്നുകയാണ് ഈശ്വരനെ പറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളവർ താല്പര്യമുണ്ടെങ്കിൽ ഭഗവത്ഗീത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങളത് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു എനർജി കിട്ടുന്നതാണ്, ഭഗവാന്റെ ഒരു എനർജി. ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറയാനായിട്ട് കിട്ടിയൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതെ, മറ്റുള്ളവരോട് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജം, ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഭഗവാനിലേക്കുള്ള ഒരു വഴി ഇപ്പോഴേ എൻ്റെ മനസ്സിൽ ഞാൻ വെട്ടിത്തുറന്ന് വയ്ക്കുകയാണ്. അത് നിങ്ങൾക്കും കൂടി പ്രയോജനമാകട്ടെ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ നമുക്ക് ഭഗവത്ഗീത ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ടെലിഗ്രാം വഴി മാത്രം നടത്തുന്ന ക്ലാസ്സാണ്. പിന്നീട് ഞാൻ വാട്സപ്പിൽ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല, ഇപ്പോൾ ടെലിഗ്രാം വഴി മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ ഓൾറെഡി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതിൽ ചേരുമ്പോൾ തന്നെ എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഒന്ന് മാത്രം മനസ്സിലാക്കുക, നമുക്ക് ഭഗവാനെ പറ്റി അറിയാനും പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടിരിക്കാനും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗജന്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഒരു പ്രസൻസ്, ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ഊർജ്ജം എല്ലാവർക്കും എത്തട്ടെ. എനിക്കതിനൊരു മീഡിയേറ്റർ ആവാൻ കഴിയുമെങ്കിൽ എന്നിലൊരു ഊർജ്ജം നിറയുന്നുണ്ട്, അത് നിങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും ഞാൻ സന്തോഷവതിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.